സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്തേ. എൻ്റെ പേര് സുഭാഷ് കുമാർ. ഒരു പൊതുപ്രവർത്തകനും കൊഞ്ചിലുള്ള ഭഗവതി വിലാസം NSS കരയോഗത്തിലെ സെക്രട്ടറിയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സാഹിത്യരംഗത്തെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രതിഭയുള്ള ഒരാളുമായ ശ്രീ ശരവൺ മഹേശ്വരൻ്റെ കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരം സ്പാർക്ക് മീഡിയ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ 101 എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ്. ആ അസുലഭ നിമിഷത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം ആ ബഹുമുഖ പ്രതിഭയ്ക്ക് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. പ്രാദേശികമായ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അടുത്തെത്തി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇനിയും പരിഗണനകൾ ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തകഴി ശിവശങ്കരപ്പിള്ള, മഹാകവി അക്കിത്തം തുടങ്ങിയ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ പോലും അദ്ദേഹത്തിൻ്റെ പല കൃതികൾക്കും അവതാരിക എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ വളരെ സന്തോഷകരമായ ഒരു കാര്യമായി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തെ ശരവൺ മഹേശ്വർ എന്ന് പറയുന്ന ആ ബഹുമുഖ പ്രതിഭയെ ഇനിയും കാലം അടയാളപ്പെടുത്തട്ടെ എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെ ശങ്കജം ഉൾപ്പെടെയുള്ള നോവലുകൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും അദ്ദേഹം കാച്ചിക്കുറുക്കിയെടുത്ത കഥാപാത്രങ്ങൾ, കാമ്പും കഴമ്പുമുള്ള കഥാപാത്രങ്ങൾ ഇനിയും നമുക്കരികിലേക്ക് ഒരുപാട് എത്തട്ടെ എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അസുലഭ നിമിഷത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹം ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്തേ.